എടാ എല്ലാരും പ്രശ്നമായി ഒരുത്തരെ നമ്മള് കത്തിച്ചു കൊന്നു ഒരു 1 ലിറ്റർ പെട്രോൾ മേടിച്ചോണ്ട് ഗ്യാങ് ഹൗസിനെ വാങ്ങിച്ചിട്ട് പെട്ടെന്ന് പെട്രോൾ വാങ്ങാൻ മറക്കല്ലേ പെട്രോൾ വാങ്ങണേ പെട്രോൾ വാങ്ങിച്ചോണ്ട് വാ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് പെട്ടെന്ന് തമാശയല്ല എടാ സീരിയസ് ആണ് വന്നാരം തമാശയല്ല വന്നാരം നീ എന്താ കുഞ്ഞു കളിക്കുന്നോടാ മാമന്റെ ഒരുത്തരെ കത്തിക്കാനെ പെട്രോൾ വാങ്ങിച്ചോണ്ട് വന്നാടാ ഗ്യാങ് ഹൗസിന്റെ ഫ്രണ്ടിലോട്ട് പെട്രോൾ വാങ്ങിച്ചോണ്ട് വന്നാ എടാ നമ്മളായിട്ടൊന്നും ചെയ്യില്ല ഇങ്ങോട്ടൊന്നും തല്ലിയതാ പെട്ടെന്ന് പെട്രോൾ വാങ്ങിച്ചു വാ കത്തിക്കണം ഇവനെ ഓക്കെ കത്തിക്ക് ഇവനെ ഒന്ന് കത്തിക്ക് മാമനെ അവൻ അടിച്ചു കൊന്നടാ എടാ മാമൻ എന്തോ ഒരുത്തനായിട്ട് എന്തോ സംസാരമായി മാമനെ അവൻ അടിച്ചു കൊന്നു എടാ മാമനെ അടിച്ചു കൊന്നപ്പോഴാണ് ഞാൻ ഇടപെട്ട തന്നെ അതുവരെ ഞാൻ ഇടപെട്ടില്ല ഇവനെ ഒന്ന് കത്തിക്കണം ഇവന്റെ കിഴയാണ് അവന്റെ കോണയൊന്നുമല്ല ചീത്ത വിളിച്ചടാ അതുകൊണ്ടാ കത്തിക്കാന്ന് പറഞ്ഞില്ല കത്തിക്കത്തില്ലായിരുന്നു ആളുടെ എടാ പിന്നെ അടിയായി പേരൊന്നും ചോദിച്ചില്ല ഗ്യാങ് എന്തോന്ന് തോന്നുന്നു വലിയ കോണയായിരുന്നു ലോറ ഫാദർ പാസ്റ്റ് സത്യമാണോ സത്യമാണോ എടാ സത്യമാണോ എടാ ചുമ്മാ പറഞ്ഞല്ലേ എടാ അവനെ പൊക്ക EMS ഒക്കെ എത്തി വന്നേ ദോ ഇവിടെ EMS സിറ്റിയിലൊക്കെ ഉണ്ട് ഗ്യാങ് ഹൗസിന്റെ വാദിക്കാം അവിടെ അപ്പൊ കാണാം EMS സിറ്റിയിലുണ്ടോന്ന് എടാ ഉള്ളതാണോ എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ ഉള്ളതാണോ എടാ വന്നോ EMS ദോ മേളില് നോക്ക് നീ പെട്രോളിങ് എടുത്ത പെട്രോൾ അവനെ കത്തിക്കട്ടെ മന്ദാര പെട്രോൾ പമ്പ് സമരം ഞാൻ വേറെ പമ്പിൽ പോകും എന്താ ആരും മിണ്ടല്ലേ എടാ സന്തയില്ലാത്തവനെ ഞാനേ നിന്റെ കൂടെ തന്നെയാ വന്ന ഈ കാട്ടിൽ തന്നെ എന്തിനാണ് നീ ഒറ്റയ്ക്ക് ആക്കിട്ട് പോയത് പെട്ടെന്ന് ഒന്നാണ് വല്ല കരിമ്പുലിനെ കടിക്കും പെട്ടെന്നോ എനിക്ക് എനിക്ക് അറിഞ്ഞൂടാതെ അത് പറയുന്നത് ശോകമാണ് ഞാൻ തിരക്കിട്ട് പറയാം സാറപ്പി ഇടാൻ വരട്ടെ അത് ഇടല്ലേ ചുമ്മാ അത് കൺഫേം ചെയ്യട്ടെ ആ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഉടനെ വരുന്നുണ്ട് കേട്ടോ എടാ മന്ദാരം എവിടാ മന്ദാരം പെട്രോൾ പമ്പ് സമരം നമ്മൾ അടുത്ത പമ്പിൽ നിന്ന് വരുന്നു അളിയ 1 ലിറ്റർ പെട്രോൾ മേടിച്ചിട്ട് വരുമോ ഏവലൊക്കെ എവിടത്തി ആണോ ഉണ്ടോ എന്നാ എന്റെ പെട്രോൾ എടുത്താ ഇല്ലല്ല കത്തിച്ച് അവനെ കത്തിച്ച് സിറ്റുവേഷൻ അവനൊക്കെ മന്ദാരത്തിനോടാ പുച്ഛം കേട്ടോ അവനെ ഒന്ന് ആക്കണോ റേഡിയോയില് എടാ എല്ലാവർക്കും റേഡിയോ കയറാം ഇപ്പൊ റോളൊന്നും വേണമെന്നില്ല മാമ കേറാം കുറച്ചേ പണിതുള്ളൂ സെർവർ തന്നെ ബഗ് വല്ല കണ്ടുപിടിച്ചാലോ ബഗ് പണ്ട് കണ്ടുപിടിച്ച പോലെ ആണോ
എന്നേക്കായിട്ട് എക്സലേറ്റ് ചെയ്ത് പോയാണോ പ്ലാൻ? എന്തായാലും സർവർ എന്താ പറ്റിയടാ? പണ്ട് മീൻ പിടിക്കുമ്പോ 5-10 നമുക്കറിയാം. ഞാൻ വരുന്നു. എവലെ സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഡേവിസ് ചേട്ടൻ വരുന്നത് സംസാരങ്ങൾ ക്ലിയർ ആയിരിക്കണം. അടിച്ചുറക്കിയാലോ? എന്റെ ഗണ്ണില്ലേ? ഡ്യൂറബിലിറ്റി ഉള്ള കൊറേ ഗണ്ണ്. നീ മറ്റേ മീനെ വിളിച്ചാളിയാ? മീനെ വിളിച്ചേ? മീനാന്നല്ല മീനെ വിളിച്ചേ. ചൂര നല്ല ഫ്രഷ് ചൂര ഉണ്ട്. മീൻ പിടിക്കാൻ പോയാലോ പണ്ടത്തെ നെസ്റ്റു ഒക്കെ പിടിച്ച്? എന്റെ മീൻ അതൊക്കെ കൊണ്ടുവരണം. ഉണ്ട്, അതൊക്കെ ഉണ്ട്, ചെയ്യേ ഇപ്പം. ഇല്ല, മീൻ പിടിക്കാനൊന്നും പറ്റില്ല. എന്നാ മീൻ പിടിക്കാൻ പോവാം. ട്രാവലിംഗ് തോർത്തും കെട്ടി ഇറങ്ങാം കടലില്. എടാ അമ്മാരെങ്ങോട്ട് പോയി? അമ്മാരെങ്ങോട്ട് പോയി? എടാ നിനക്ക് ഈ വീടിന് എന്ത് കളറാണ് കാണുന്നേ? എവിടാ ഈ വീട് അടാ ഈ വീടിന് എനിക്ക് എന്താ കളർ കാണുന്നേ? എനിക്ക് റോസ് വയലറ്റ്. പക്ഷെ ഇത്ര നാൾ ഈ വീടിന്റെ ഒരു തിളക്കം ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലളിയാ. നിന്റെ പുതിയ ആണോ? ഏത് ഇമ്പോണ്ട്? പുതിയ PC കിടന്നപ്പോഴേ തിളക്കം കൂടിയെന്നാ. വലിയ ദിവസം ഒന്നും തിളക്കം കാണൂലേ. ഞാൻ ശപിക്കുകയാണ് നിന്നെ. ഇവനാണോ? വണ്ടി എടുത്തിട്ട് പോടാ. അളെ ആരാ? അവൻ ഇറങ്ങിയടാ. ഇറങ്ങണ വണ്ടി പിന്നെ ഞാനൊന്നല്ല. അലക്സണ്ണ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. അലക്സണ്ണ ഞാനൊന്ന് സംസാരിച്ചോട്ടെ. പിള്ളേരെ കൂടെ നമ്മൾ ഡീൽ ചെയ്യാം. എന്താ പ്രശ്നം? എന്താ ഗ്യാങ്ങാണോ? നിന്റെ കഴപ്പെന്താണ്? നിന്റെ കഴപ്പ് രാത്രി കഴപ്പെന്താണ്? ഗ്യാങ്ങാണോ? പിന്നെ ഒരു പ്രശ്നമില്ല. അവൻ അടിച്ച് കോട്ടി കൊണ്ട് കളയാൻ. എന്റെ പഴയ കോണം അടിപ്പിക്കല്ലേ മാമ. വണ്ടി കയറേ. അലക്സാണ്ടോ അളിയാ പോയിട്ട് അലക്സാണ്ടറൊക്കെ വിജയം. പെണ്ണടാ ഇത് കളിയെ കഴിഞ്ഞോ? ഹലോ ഫുട്ബോൾ കഴിഞ്ഞേട്ടാ. ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞെന്ന് പറഞ്ഞാ. ഓ ഇത് നമ്മളെ തല്ലോ കൈവെക്കുവോ? ഹലോ എന്താ പെൺപടയോടാ മാമ? അതങ്ങനെ എല്ലായിടത്തും നമ്മൾ സംസാരിക്കാൻ പറ്റില്ലല്ലോ. ഗേൾസിന് ഡ്രസ് കുറവല്ലോ. ബാക്കി പെമ്പിള്ളാരും ജയിച്ചു ഇട്ടടക്കാറില്ല. ബ്രസീൽ വലിയ ഫാനാണോ? ഓക്കെ ബ്രസീൽ ഒറ്റ മിനിറ്റ്. ബ്രസീലിന്റെ വലിയ ഫാനല്ലേ? ബ്രസീലിലെ ഒരു 10-60 പേര് പറഞ്ഞേ. 10-60 പേര് പറ. ബ്രസീൽ ഫാൻ എന്നല്ലേ പറഞ്ഞത്? ഇത്ര വലിയ ഡയലോഗ് അടിച്ചില്ലേ? പറ 10-60 പേര് പറ. കഷ്ടം. ആവറേജ് ബ്രസീൽ ഫാൻ മാമ. നീ ഏത് ആറ് ഫാനാളിയാ മാമ? ഇങ്ങോട്ടോ ഗ്രൂപ്പിലല്ലയാ പല എല്ലാരും ഇങ്ങനെ തർക്കി വെച്ച്. നീ ഇതൊരു ആറ് തർക്കിച്ചിട്ടില്ല. ഞാൻ സംസാരിക്കാൻ പോലും പോകില്ലല്ലോ. അത് എന്നെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റൂല. അതല്ലേ നീ ആറ് ഫാൻ എന്നാലും അളെ ഞാൻ എനിക്കിഷ്ടം മെസ്സി. അങ്ങനെ മെസ്സി. പുള്ളിയുടെ എന്താ അറിയോ? അറിയാം ലിയോണൽ മെസ്സി. ഓ അതെല്ലാം അറിയാം. പുള്ളി ഏത് ടീമിലാന്നറിയോ? ഞാനും കണ്ടതാ. ഞാൻ തിരിച്ചു തന്നെ വണ്ടി ഓടിച്ചോണ്ടിരുന്ന മനസ്സിലായ പൊട്ടനല്ല അവിടെ ഉള്ളത്.
ഹലോ ഏവലെണ്ണ നമ്മള് സംസാരിച്ചോട്ടെ. ഹലോ ഏവലെണ്ണ. മാമോ അണ്ണങ്കളി കൂടുന്നുണ്ട് കേട്ടോ. അണ്ണങ്കളി അണ്ണങ്കളി. അണ്ണ സംസാരിക്ക. അടുത്ത ലീഡറോടാകട്ടെ. അല്ല ഒറ്റ അലക്സണ്ണൻ ഇവിടെ. അലക്സണ്ണൻ ആ അണ്ണൻ ഇവിടെ ഉണ്ടായിരുന്നോ? അങ്ങ് നേരത്തെ ടോണൊക്കെ അങ്ങ് മാറിയായിരുന്നല്ലോടാ. ഇവൻ നേരത്തെടാ മാമ. ഇവൻ നേരത്തെ എനിക്ക് നിന്റെ ആരാണത് ആ കൊച്ച്? എന്റെ ഗേൾ ഫ്രണ്ട്. നിന്റെ ഗേൾഫ്രണ്ട് ആണോ? എന്നിട്ട് ആ കൊച്ചു പറഞ്ഞു നിന്റെ ഫ്രണ്ടാന്ന്. നിന്റെ ഫ്രണ്ട് ഓ അങ്ങനെ. ഗേൾ ഫ്രണ്ട്. അപ്പൊ ഞാൻ മിനിമം സോറി. ഫാമിലിയിലുള്ളതാണ്. നീ എന്ത് ചെയ്യും? കൊച്ചിനെ കൈ വെക്കുവോ? ഒന്ന് തൊട്ട് വെക്കും. നീ ഇവിടുന്ന് ഇഴഞ്ഞു പോവല്ലോ. അവൻ ഈ കൊച്ചിന്റെ അടുത്ത് നിന്ന് ഫാമിലിയിലുള്ളതാണോന്ന്? ഫാമിലിയിലുള്ളതാണ്. എന്റെ അനിയത്തിയാടാ കൊച്ച്. എന്റെ ഫാമിലിയിലുള്ളതാണ് എന്റെ അനിയത്തി. എന്റെ പെങ്ങളാടാ. ആ അതെ. ആ കുട്ടി സേഫ് ആയിട്ട് കേട്ടോ. പോട്ടെ മാമ കേറ്. എടാ ബ്രസീലാടാ. ആളറിഞ്ഞോളേടാ. ആളറിഞ്ഞോളെ. ആ മന്ദാരാണോ അത്? മന്ദാരല്ല. കഷ്ടം തന്നെയല്ലേ വണ്ടി തട്ടിയതിന്റെ പേരിലൊക്കെ ഇപ്പഴും ഞാനൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോ സേഫ് സോൺ എന്ന് പറഞ്ഞവന്മാരാണ് ഇപ്പത്തെ കണ്ടാ. ഒരു പയ്യനെ പിടിച്ചു. ഇതൊക്കെ ഇത് പഴയ പണ്ട് പോയ പ്രിൻസസ്. ഹലോ 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 സിറ്റി. ഹലോ ഫ്രണ്ടിൽ മൂന്ന് പേര്. എന്താ ബ്രോ കടലിൽ പോകാനൊക്കെയാണോ? ഹലോ ഹലോ ഇതാരാ? ഇതാരൊക്കെയാ? എനിക്ക് അറിഞ്ഞൂടാ. പണ്ട് ആകാരം അക്കൂട്ടൻ. പേരെന്താ ബ്രോ? അതല്ല അവനല്ല. ഇത് വേറെ ആള്. ഇവൻ തന്നെ മറ്റേ അല്ല ഇവല്ലേ. പേരെന്താ ബ്രോ? ഗോകു സോമൻ. വാറ്റന്റെ പേരുള്ള തല്ലത്തില്ല. വാറ്റന്റെ പേരുള്ള ഒരാളെ. സോമൻ ഉള്ളോണ്ട് നീ രക്ഷപ്പെട്ടു. സോമൻ ഉള്ളോണ്ട് നീ രക്ഷപ്പെട്ടു. ഇല്ലേ നിന്നെ അടിച്ചേനെ. ഇവിടെ ഒരു ഗോകു മതി. ആ ശരിയല്ലേ? നമ്മളെ ഫാമിലി ഇപ്പൊ 2 ഗോകുണ്ട്. അതാരൊക്കെ? അല്ല ഒന്ന് മെസ്ബൈ ഗോകു. ആ അങ്ങനെയൊക്കെ